വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കൊണ്ടുള്ള ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നന്നായി വിളഞ്ഞ ഒരു പപ്പായയാണ്. പപ്പായ പല നാടുകളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പപ്പായ എന്നും ഓമയ്ക്ക എന്നും കപ്ലങ്ങ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ സ്കിന്നെല്ലാം ഞാൻ ഒരു പീലർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് പപ്പായ. അപ്പോൾ ഈ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷം ഞാനിത് രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തുള്ള സീഡ്സ് എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സീഡ്സ് എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക. അതിൻ്റെ കറയെല്ലാം നന്നായി പോകുന്ന വിധത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഞാനിത് ഒരു ബൗളിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെയാണ് നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കുന്നത്. കാരണം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ വലിയ കഷ്ണങ്ങളാക്കി തന്നെ വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അധികം തിന്നായിട്ടും അധികം തിക്കായിട്ടും കട്ട് ചെയ്യാതിരിക്കുക. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നീട് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് അല്പം ഉപ്പും ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കുക. സവാള അധികം വഴന്നു കിട്ടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ സവാളയെല്ലാം ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചതച്ച മുളകാണ്. ചതച്ച മുളക് 1.5 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ച മണമെല്ലാം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മുളകിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പപ്പായയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആ മസാല പപ്പായയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തീ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പപ്പായയിലേക്ക് മസാലയെല്ലാം നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഒരു കളറിന് വേണ്ടി മാത്രമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഈ സ്റ്റെപ്പ് ഓപ്ഷണൽ ആണ്. മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിത് നന്നായി കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കിലായതുകൊണ്ട് അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഇത് തുറന്ന് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. അതിനുശേഷം കവർ ചെയ്ത് പിന്നെയും കുക്ക് ചെയ്തെടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ പപ്പായയെല്ലാം ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ് ഈ പപ്പായ കൊണ്ട് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ അധികവും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാറ് ഉരുളക്കിഴങ്ങ് കൊണ്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.